എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന പോലെയാണ് നോക്കിയിട്ട് തോന്നുന്നു. ഒരു മടുപ്പൊക്കെ ഉണ്ട് എല്ലാവരുടെയും മുഖത്ത്. നമ്മൾ ആദ്യം പാടിയ പാട്ട് എത്ര പേർ ഓർക്കുന്നുണ്ട്? യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാൻ അവൻ സന്താനം ആയിത്തീർന്നതാൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. യേശു രക്ഷിതാവ് നമ്മുടെ സ്വന്തമായി എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? അതോ നമ്മൾ വെറുതെ അങ്ങനെ പാടുന്നേ ഉള്ളൂ? എങ്ങനെയാണ് യേശു രക്ഷിതാവ് നമ്മുടെ സ്വന്തമായിട്ട് തീരുന്നത്? എങ്ങനെ? ഈ പഴയ പാട്ടുകളുടെ ഒരു പ്രത്യേകത, അതിനകത്ത് ദൈവിക അടിസ്ഥാനത്തിലുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാട്ടുകളെല്ലാം പാടിയിരിക്കുന്നത്. ആ ഒരു പാട്ട് നമ്മൾ ധ്യാനിച്ച് പാടുകയാണെങ്കിൽ നമ്മുടെ ഒത്തിരി സംശയങ്ങൾക്ക് മറുപടിയുണ്ട്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഉറപ്പിക്കാനായിട്ട് കഴിയും. യേശു രക്ഷിതാവൻ സ്വന്തമാകിയാൽ അല്ലേ, നമ്മൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ സഹോദരനോട്, സഹോദരൻ വിവാഹിതനാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു മറുപടി കിട്ടും, അതേന്ന് പറയും അല്ലേ. ഉറപ്പുണ്ട്, ഞാൻ വിവാഹിതനാണെന്നുള്ളൊരു ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു സൗകര്യം ചോദിക്കുക, ഏതാ നിങ്ങളുടെ ഭർത്താവെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇതാന്ന് പറഞ്ഞ് ഒരു സംശയമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു രക്ഷിതാവൻ സ്വന്തമാകയാൽ, യേശു എൻ്റെ സ്വന്തമാണെന്നുള്ള ഉറപ്പെന്താ? നമ്മളൊരു പാട്ടിലിങ്ങനെ പാടാറില്ലേ, യേശുവൻ സ്വന്തം ഹല്ലേലൂയ തീർന്നു എൻ ആന്ത്യം നീങ്ങി രാവും. യേശു സ്വന്തമായൊരു പ്രത്യേകത, അവരുടെ നിരാശയും ഭയവും ഭീതിയൊക്കെ പോയി അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. ഇവിടെ നമ്മൾ രണ്ടാമത് പാടിയത് ഞാൻ അവൻ സന്താനമായി തീർന്നതാൽ. യേശുവിൻ്റെ രക്ഷിതാവായി, ഞാൻ യേശുവിൻ്റെ സന്താനമായി, അതുകൊണ്ട് എന്ത് മോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ എന്നാണ്. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ. പക്ഷെ പലപ്പോഴും നമ്മൾ പാടുമ്പോൾ ഒരു സന്തോഷമൊന്നും കാണാനില്ല. നമ്മൾ ദൈവമക്കളാണെന്നുള്ള സന്തോഷത്തോടെ അല്ല നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുന്നത്, രക്ഷാദാനമോ പാടുന്നത്, അതെത്ര മാധുര്യം ഇല്ലേ. രക്ഷാദാനമാണ് ഏറ്റവും മധുരമുള്ള കാര്യമെന്നാണ്. പക്ഷെ നമുക്കങ്ങനെ അനുഭവത്തിലുണ്ടോ? എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം, കർത്തൻ സ്വന്തമായിട്ട് എന്നെ തീർത്തതാൽ. വീണ്ടും നമ്മൾ പറയാം, കീർത്തിക്കും ഞാൻ നന്ദിയാൽ. അല്ലേ, നമ്മൾ നന്ദിയോടെ കർത്താവിനെ പാടാറുണ്ടോ? എഫീസിയനിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. നമുക്കങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ രഹസ്യ തലങ്ങളിൽ നമ്മൾ ഏകരായിരിക്കുമ്പം നമ്മുടെ ഹൃദയം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലൊക്കെ ഒരു പാട്ടിൻ്റെ അന്തരീക്ഷത്തിലാണോ നമ്മളായിരിക്കുന്നത്? അതോ നമ്മുടെ ചിന്തകളിൽ നമ്മൾ നിരാശരും പരാതി പറയുന്നവരൊക്കെയായിട്ടാണ് ഇരിക്കുന്നത്? തുടർന്ന് രണ്ടാമത്തെ ചാൻസ് നമ്മളിങ്ങനെ പാടി, രക്ഷകാൽ നിന്നിഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം മുറ്റുമൻ ഭവാൻ. അപ്പോൾ അവിടെ നമ്മൾ സമ്മതിക്കുന്നൊരു കാര്യം എന്താ? കർത്താവേ, നിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എൻ്റെ ഇഷ്ടത്തെ മാറ്റണം. അപ്പോൾ നമ്മൾ വീണ്ടും ജനത്തോടുള്ള ബന്ധത്തിൽ, മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ദൈവനിധി വായിക്കുമ്പോൾ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 3:19, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടാനായിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേ? മാനസാന്തരപ്പെട്ടിട്ട് തിരിയണമെന്നാണ് പറയുക. എങ്ങോട്ടാ തിരിയണ്ടേ? എങ്ങോട്ടാ തിരിയണ്ടേ? വചനത്തിൽ തന്നെ നമുക്കിത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 14:15. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ.
നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ കാര്യങ്ങളെ, വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എങ്ങോട്ട് തിരിയണം? ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. തുടർന്ന് 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവത്തിങ്കിലേക്കാണ് തിരിയേണ്ടത്? എവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ടത്? നമ്മളൊരു ഭാഗത്ത് പാപം വിട്ട് തിരിയാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വന്തം വഴികളെ വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം വഴികൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് അങ്ങനെ നടന്നതെന്ന് എഫെസ്യനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരം ഇഷ്ടമായി പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ വഴിയൊക്കെ വിടണം, എന്നിട്ട് ദൈവ വഴിയിലേക്ക് തിരിയണം. നമ്മളതാ പാടിയേ, രക്ഷകാ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നീക്കുക എന്ന ഇഷ്ടം മുറ്റുമൻ ഭവാൻ. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ പണ്ട് നടന്ന പോലാണോ, അതിപ്പോൾ ദൈവേഷ്ടപ്രകാരമാണോ നടക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഈ നടപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പഴയ നടപ്പിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തിയിലെ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് പറയുമ്പം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ 20-ന്റെ 21 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പാപത്തിൽ നിന്നുള്ള മാനസാന്തരം നമ്മൾ കേട്ടിട്ടുള്ള, പക്ഷെ ഇവിടെ പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ളൊരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തി അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അപ്പോൾ നമുക്കറിയാം പാപം നിമിത്തം നമ്മൾ എന്താ നമ്മൾ ഈ പാപം എന്താ നമ്മൾ ഉളവാക്കിയ ഒരു കാര്യം. പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഏതെനിൽ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപത്താൽ മരണം പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ മരണം ഉളവാക്കിയ ആദാമിനും ഹവ്വായിലും മരണം ഉളവാക്കിയ കാര്യം എന്തായിരുന്നു? അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ സ്വന്തം ഇഷ്ടം ചെയ്തു എന്നുള്ളതാണ്. ശരിയല്ല? ദൈവരോട് പറഞ്ഞ ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. അവരെന്ത് ചെയ്തു? സാത്താൻ്റെ വാക്ക് കേട്ടിട്ട് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവർ ജീവിച്ചുകൊണ്ടാണ് അവർ മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അവർ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ആശ്ചര്യമായിട്ട് അവരെന്നേരം മരിച്ചില്ലായിരുന്നു. വീണ്ടും ആദാം ദീർഘകാലം ജീവിച്ചിരുന്നു നമ്മൾ വായിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ആ മരണത്തിൻ്റെ അനന്തരഫലമായിട്ട് ചെയ്തൊരു പ്രവൃത്തി, അവർ ദൈവത്തെ അഭിമുഖീകരിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് അകന്ന് ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ആത്മീയ മരണം നമ്മൾ ഉളവാക്കുന്ന ഒരു കാര്യം, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയ ഒരു പ്രക്രിയ. ഇവിടെ നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 21 വായിച്ച ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. അപ്പോൾ നമ്മളെക്കുറിച്ച് കൊലോസിലെ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിലെ കൊലോസ്യർ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാം വാക്യം, മതി. അവിടെ നമ്മൾ 22-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ പാപത്താൽ നമ്മൾ ദൈവത്തോട് എങ്ങനെ അകന്നേ? മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപ നിമിത്തം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അപ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപം വിട്ടിട്ട് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നമ്മൾ അടുത്ത് വരിക ചെയ്യുന്നത്. നമ്മളെങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നത്? മനസ്സുകൊണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
എന്താ മനസ്സുകൊണ്ട് അകലുക എന്ന് പറഞ്ഞാൽ? ചിന്തിച്ചിട്ടുണ്ട് എന്താ മനസ്സുകൊണ്ട് അകലുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇങ്ങനെ പറയും, ഞങ്ങൾ തമ്മിൽ അത്ര മനപ്പൊരുത്തമൊന്നും പോരാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇച്ചിരി അകന്നായിരിക്കുന്നത്. അടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. എങ്ങനെ അടുക്കുന്നത്? മനസ്സുകൊണ്ട് തന്നെയാണ് അടുക്കുന്നത്, അല്ലേ? നമ്മൾ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി അത് പരിഹരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും മനസ്സുകൊണ്ട് അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ടാകുന്നവരായിരുന്നു. ഇവിടെ അതാ വായിക്കുന്നു, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്നവരും ശത്രുക്കളുമായിരുന്നു. നമ്മൾ ദൈവത്തിന് ശത്രുവായിരുന്നു പാപനിമിത്തം. ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ശത്രുവായി. അവിടെ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തി പാപം വിട്ട് തിരിയുക. പാപം വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക ചെയ്യുന്നത്. ഏതളവിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന അളവിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് വരിക ചെയ്യുന്നത്. അതാ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മൾ വായിക്കുമ്പോൾ അർത്ഥമാക്കുന്നൊരു കാര്യം. അങ്ങനെ നമ്മൾ മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോയതേ ക്രമത്തിലേ നമുക്ക് മടങ്ങി വരാനായിട്ട് പറ്റത്തുള്ളൂ. പാപം ചെയ്തപ്പോൾ ആദ്യം എവിടെയാണ് മരണം സംഭവിച്ചേ? ആത്മാവിൽ മരണം സംഭവിച്ചു. അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മൾ ഒന്നാകെ മരണത്തിന് അധീനരായി തീർന്നു. ആ ആത്മാവിൽ സംഭവിച്ച മരണം നമ്മുടെ ദേഹത്തിലും കടന്നു വന്നിട്ട് പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് നമ്മൾ അധീനരായി തീർന്നു. വീണ്ടും ജനിക്കുമ്പം ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി എന്താ? ദൈവത്തിൽ നിന്ന് അകന്ന ആയിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മടക്കിക്കൊണ്ടിരിക്കുക. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആദാവ് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താണ് ജീവിച്ചിരുന്നത്. പാപം ചെയ്യുന്ന ആ നിമിഷം വരെ അവർ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരുന്നത്, സ്വന്തം ഇഷ്ടമല്ല. നമ്മൾ പാട്ടിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പാടിയത്. രക്ഷക നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം മുറ്റുമെൻ ഭവാൻ. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനത്തിലൂടെ നമ്മളെ ഉള്ളിൽ ചെയ്യുന്നൊരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇഷ്ടത്തെ ത്യജിച്ച് ദൈവേഷം ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടിരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ പരീക്ഷയിലും നാം നമ്മുടെ ഇഷ്ടവും കണ്ടെത്തണം, ദൈവത്തിൻ്റെ ഇഷ്ടവും കണ്ടെത്തണം. ഇന്നിപ്പോൾ നമ്മൾ 15-ാമത്തെ സങ്കീർത്തനം വായിച്ചു. ആ സങ്കീർത്തനം നമ്മൾ എന്താ വായിച്ചേ? 15-ാം സങ്കീർത്തനം അത് നമ്മളിങ്ങനെ വായിച്ച്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നമ്മൾ ദൈവജനത്തിലൂടെയാണ് ദൈവേഷ്ടം അറിയുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനൊരു പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എഫേസ്യ ലേഖനം 4:25, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. ദൈവേഷ്ടം അതാ. നമ്മളിനിയും ഭോഷ്ക് പറയാൻ പാടില്ല, പിന്നെ എന്ത് ചെയ്യണം? സത്യമേ പറയാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, വീണ്ടും ജനിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി, ആത്മാവിൽ മരിച്ചിരുന്ന ആത്മാവിനെ വീണ്ടും ജീവിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ജീവിപ്പിച്ചേ? 1 പത്രോസ് 2:20 നമ്മളിങ്ങനെ വായിക്കുന്ന, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിമേ കയറിയത്. അപ്പം നമ്മൾ സംഭവിക്കുന്നൊരു കാര്യം പ്രായോഗികമായിട്ട് പറഞ്ഞാൽ, ഇനി നമ്മൾ എങ്ങനെ നടക്കാൻ പാടില്ല? നമ്മുടെ മനസ്സിനും ജഡത്തിനും വികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കാനല്ല നമ്മളെ വീണ്ടും ജീവിപ്പിച്ചേ. എന്തിനാ നമ്മളെ വീണ്ടും ജനിപ്പിച്ചേ? ആത്മാവിനെ അനുസരിച്ച് നടക്കാനാണ്. ഏതെങ്കിലും പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ആദാമും ഹവ്വായും ആത്മാവിനെ അനുസരിച്ചാണ് നടന്നത്. നമുക്കറിയാം, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്തേ? അവൻ്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിനുശേഷം അവരെങ്ങനെ ജീവിച്ചേ? കർത്താവ് പറഞ്ഞതുപോലെ ദൈവവചനം അല്ല ദൈവേഷ്ടം ചെയ്തുകൊണ്ടായിരുന്നു ജീവിച്ചത്. അവർ പരീക്ഷിക്കപ്പെട്ടു, സാത്താനിൽ പരീക്ഷിക്കപ്പെട്ടു.
അവർ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ അനന്തരഫലമായിട്ടാണ് മരണം പ്രവേശിച്ചത്. അപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ്. ഭൗമികമായിട്ട് നമ്മൾ അപ്പം കൊണ്ട് ജീവിക്കണം, അല്ലേ? ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിൽ ജീവിക്കുന്ന എന്ത് നിന്നിട്ടാ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുവാ. അപ്പം നമ്മൾ ആത്മാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അകത്ത് രണ്ട് നടപ്പിനെ കുറിച്ച് വേദവസം പറയുന്നുണ്ട്. ആന്തരികമായൊരു നടപ്പുണ്ട്, ബാഹ്യമായൊരു നടപ്പുണ്ട്. ബാഹ്യമായ നടപ്പെന്ന് പറയുമ്പോൾ നമ്മളെ ദിനംപ്രതിയുള്ള ജീവിതത്തിലുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ആന്തരിക നടപ്പെന്ന് പറയുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ജീവിക്കുന്നത്? മനസ്സിനും ജഡത്തിനും മനോവികാരക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ടായിരുന്നു. വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ പറയുന്നത് അങ്ങനെ നടക്കരുത്. പിന്നെ എങ്ങനെ നടക്കേണ്ടിയേ? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവ് നമ്മളെങ്ങനെയാണ് നടത്തുന്നത്? ദൈവവചനത്തിലൂടെയാണ്. ആത്മാവ് നമ്മളെ എപ്പോഴും നടത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇപ്പോൾ ഒരാളോട് നമ്മൾ കയ്പായിരിക്കാനുള്ള പരീക്ഷ വരുന്നു, ഉടനെ ആത്മാവ് എന്ത് പറയും? കയ്പായി ഇരിക്കരുത്. കോപത്തോടെ സംസാരിക്കാനുള്ള ഒരു പരീക്ഷ വരുന്നു, ആത്മാവ് നമ്മളോട് എന്താ പറയുന്നത്? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകനാണ്. അനുസരിക്കാതിരിക്കാനുള്ള ഒരു പരീക്ഷ വരുന്നു, ആത്മാവ് ദൈവത്തിലൂടെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഭാര്യയോടുള്ള ബന്ധത്തിലാണ് ഭാര്യമാരി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവരെ അനുസരിപ്പീൻ, അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ആത്മാവ് അങ്ങനെയാണ് നമ്മളെ നടത്തുന്നത്, ദൈവവചനത്തിലൂടെയാണ്. പക്ഷെ അവിടെ നമുക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. ആത്മാവ് അങ്ങനെ നടത്തുമ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായി ചെയ്തുകൊണ്ടായിരുന്നു ജീവിക്കുന്നത്. എപ്പോഴും ആലോചിക്കാനും ചിന്തിക്കാനൊന്നുമില്ല, അല്ലേ? ഉണ്ടോ? നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിലോ സമൂഹ ജീവിതത്തിലോ ഒക്കെ വളരെ പെട്ടെന്നാണ് നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഒരാളിപ്പോൾ നമ്മളെ ശപിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇരട്ടി ശക്തി ശപിക്കും, അങ്ങനല്ലേ? നീ മുടിഞ്ഞു പോകും നമ്മളോട് ഒരാൾ പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയുക? നമ്മളങ്ങനെ നടന്ന് ശീലിച്ചവർ നമ്മളോട് പറഞ്ഞു ഇനി അങ്ങനെ നടക്കരുത്. പിന്നെ എങ്ങനെ നടക്കാനാ പറഞ്ഞേ? നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. അപ്പോൾ ഒരു ശോധന വരുന്നു, ഒരാൾ നമ്മളെ ശപിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം വരുന്ന പ്രവണത എന്താ? ശപിക്കാനാ. അപ്പം ദൈവാത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നരുത്. നീ ശപിക്കരുതെന്ന് മാത്രമല്ല, നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് അവിടെ വേണം. അപ്പം നമ്മുടെ തള്ളു മുഴുവൻ എന്താ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തള്ളു മുഴുവൻ ശപിക്കാനാണ്. പക്ഷെ അതിന് വിരുദ്ധമായൊരു ശബ്ദം നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന അരുത്, ശപിക്കരുത്, നീ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവനായതുകൊണ്ട് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുള്ളത് ഒരു വടംവലി പോലായത്. ഈ സാധാരണ 7 പേര് 9 പേര് അങ്ങനെയാണ് ഈ വടംവലി നടക്കാറുള്ളത്. ഒരു സൈഡിൽ 7 പേര്, അടുത്ത സൈഡിൽ വേറെ 7 പേര്. ഇവർ തമ്മിലിങ്ങനെ വലിച്ച് ടൈറ്റായിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കും. അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും പോകുന്നില്ല. ശക്തമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരവസരം കിട്ടുക എന്ന് പറയും. നമ്മൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ കൂടെ ചേർന്ന് വലിച്ചോളാൻ പറഞ്ഞാൽ, അപ്പം നമ്മൾ ഏത് ടീമിൻ്റെ കൂടെ ചേരുന്ന ആ ടീമാണ് ജയിക്കുക, അല്ലേ? അപ്പോൾ ആ ഭാഗത്ത് 8 പേരായി, പുറത്ത് 7 പേരായി ജയിക്കും. ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു പ്രക്രിയ. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് എപ്പോഴും പാപത്തിൻ്റെ വലിക്കൊത്തമാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മളെപ്പോഴും പാപത്തോടു കൂടിയായിരുന്നു. മത്സരവും ശാഠ്യവും കയ്പും വെറുപ്പും പകയും വിദ്വേഷവും ദുർമോഹവും ധനമോഹവും ആ വശത്താണ് നമ്മളെപ്പോഴും നിന്നിരുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുന്നതോടുകൂടി നമ്മൾ ആ വശം വിട്ടു. നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു. ഇപ്പം നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലും ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമാണ്. നമ്മൾ ഒരിക്കൽ ജഡത്തിനൊപ്പം നടന്ന ഒരാളായിരുന്നു. നമ്മൾ വീണ്ടും ജനിച്ച് ഇപ്പം നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഈ ആത്മാഭിലാഷവും ജഡാഭിലാഷവും തമ്മിലൊരു പോരാട്ടമുണ്ട്, വലിയ വടംവലിയുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വിജയം തീരുമാനിക്കുന്ന ഒരു കാര്യം. ഇതുവരെ നമ്മൾ ജഡത്തിലായിരുന്നു, ആറ് കൂട്ടത്തിലാണ് നിന്നേ, ജഡത്തിൻ്റെ കൂട്ടത്തിലാണ്. ഇപ്പം നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ്. ആത്മാവ് നമ്മളെ ആത്മാവിൻ്റെ സൈഡിലേക്ക് വലിക്കുന്നു, ജഡം നമ്മളെ ജഡത്തിൻ്റെ സൈഡിലേക്ക് വലിക്കുന്നു. അപ്പം നമ്മുടെ ഒരു തീരുമാനം അവിടെ ആവശ്യമുണ്ട്, എവിടെ നിൽക്കണമെന്ന്. ഞാൻ ആത്മാവിനോട് കൂടെ നിന്നാൽ എന്ത് ചെയ്യും? ആത്മാവിൻ്റെ അഭിലാഷം എൻ്റെ ഉള്ളിൽ നടക്കും. ഞാൻ ജഡത്തിനോടൊപ്പം നിന്നാൽ ജഡാഭിലാഷം ഉള്ളിൽ നടക്കും. നമുക്കറിയാം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? മരിക്കും നിശ്ചയം. അല്ലെ, പാപത്തിൽ ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നതിൽ ജീവിക്കും.
അപ്പം ഞാനൊരു തീരുമാനം എടുക്കുക, ഇല്ല കർത്താവേ, ഞാൻ ഇനി ജഡത്തോടിൻ്റെ കൂടെ നിൽക്കത്തില്ല, പാപത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല, ഞാൻ നിൻ്റെ കൂട്ടത്തിലേ നിൽക്കത്തുള്ളൂ, നിൻ്റെ വചനം അനുസരിച്ചേ ജീവിക്കത്തുള്ളൂ. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ, നമ്മുടെ അവാർഡ്സിൽ ഇങ്ങനെ പാട്ടുണ്ട്, എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻ ഹിതത്തിൽ എന്മോദം. റോമാലേഖനം 7 അധ്യായത്തിൽ അതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ആഗ്രഹം മുഴുവൻ ദൈവത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ്. അല്ലെ, നമുക്കൊരു പുതിയ മനുഷ്യനെ കർത്താവ് തരുന്നുണ്ട്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുക. ഇനി നമ്മൾ ആരുടെ കൂട്ടത്തിലാണ് നിൽക്കേണ്ടേ? ഇത്രയും കാലം നമ്മൾ പഴയ മനുഷ്യൻ്റെ കൂടെ നിന്ന്, ഇന്നോട്ട് നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? പുതിയ മനുഷ്യൻ്റെ കൂട്ടത്തിൽ. ഇന്ന് പഴയ മനുഷ്യൻ നമ്മുടെ ശത്രുവായി തീർന്നു. അങ്ങനാണോ? പഴയ മനുഷ്യൻ ഇന്ന് നമ്മുടെ ശത്രുവാണോ? പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് ആ കാര്യം തെളിയിക്കുന്നത്. പഴയ മനുഷ്യൻ വെറുക്കുന്നവനാണ്, നമ്മൾ പുതിയ മനുഷ്യൻ സ്നേഹിക്കുന്നവനാണ്. നമ്മളിതിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ സ്നേഹത്തോടൊപ്പമാണോ വെറുപ്പിനോടൊപ്പമാണോ നിൽക്കുന്നത്? പണ്ട് നമ്മുടെ വികാരങ്ങൾ നമ്മളെ നിയന്ത്രിച്ചിരുന്നു, ഇല്ലേ? വികാരങ്ങൾക്കനുസരിച്ചാണ് നടന്നത്. പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നൊരു പ്രശ്നം ഇതാണ്, നാം ഇന്നും വികാരത്താലാണ് നയിക്കപ്പെടുന്നത്. ചെങ്കടൽ കടന്ന് ഇക്കരെ കയറിയ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധം നമ്മൾ കാണുന്നൊരു കാര്യം എന്താ? അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും അവൻ്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങി ചാകുന്ന രംഗമാണ്. ഭയങ്കര സന്തോഷം വന്നു അവർക്ക്. കാരണം ഇതുവരെ ഒരു ശത്രുവായിരുന്ന തങ്ങളെ അടക്കി ഭരിച്ച ഫറവോനും സൈന്യവും നശിക്കുന്നു. ഉടനെ അവരെന്ത് ചെയ്തു? തപ്പെടുത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് നമ്മൾ വായിക്കുന്നത്, ഇല്ലേ? ഒരു വൈകാരികമായ പ്രതികരണമായിരുന്നു അത്, വികാരത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടിയില്ല. എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. അന്നേരം ഒരു ഉറവ കണ്ടെത്തി ആ വെള്ളം ചെന്ന് കുടിക്കാൻ നോക്കുമ്പോൾ എന്താ? കയ്പ്, കുടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വായിക്കുന്ന ജനമെല്ലാം പിറുപിറുത്തു. ഈ കുറച്ച് മുമ്പ് തപ്പുകൊണ്ട് പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അതേ ജനം തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? പിറുപിറുക്കുക. ഞാൻ അതാ പറഞ്ഞു, വികാരത്തിൻ്റെ പിന്നാലെ പോകുമ്പം നമ്മളെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? ചില സമയത്ത് ഭയങ്കര സന്തോഷം, സഹോദരന്മാരുള്ള സ്നേഹം, വലിയ കരുണ, ഇല്ലേ? ഭാര്യയും ഭർത്തൃബന്ധമെല്ലാം ഉണ്ട്. ചില സമയത്തോ കണ്ടുകൂടാ, സ്നേഹമൊന്നുമില്ല, ഭയങ്കര വെറുപ്പും അസ്വസ്ഥതയും. നമ്മൾ വികാരത്തെ അനുസരിച്ചാണ് പണ്ട് നടന്നത്. നമ്മളോട് പറയുന്നത് ഇനി അങ്ങനെ നടക്കരുത്. നമ്മളെ നയിക്കേണ്ടത് വികാരമല്ല, പിന്നെ ആരാ? യാഥാർത്ഥ്യങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അവിടെ നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഈ ഫറവോൻ അടിമയായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ നമ്മുടെ ആത്മീയ അർത്ഥത്തിൽ, പുതിയ നിയമത്തിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഫറവോൻ അടിമയായിരിക്കുക എന്ന് പറഞ്ഞാൽ സാത്താനും ജഡത്തിനും അടിമയായിരിക്കുക എന്നുള്ള ആ ജഡത്തിൻ്റെയും വികാരത്തിൻ്റെയും ഇഷ്ടം അനുസരിച്ച് പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ പാടുന്നത് അങ്ങനെ അല്ലെന്ന. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനിച്ചതോടുകൂടി ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അതുവരെ നമ്മൾ ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായി ചെയ്തുകൊണ്ടാണ് ജീവിച്ചതെങ്കിൽ, ഇങ്ങനെ വീണ്ടും ജനിച്ച ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇനി ജഡത്തെ അനുസരിച്ച് നടക്കരുത്. പിന്നെ ആരെ അനുസരിച്ച് നടക്കണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതുകൊണ്ടാണ് ഈ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 10 അധ്യായം നമ്മൾ വായിക്കുമ്പം യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുവരെ എൻ്റെ കർത്താവ് ഞാനും ജഡവും പിശാചുമായിരുന്നു, ഞാനത് ഉപേക്ഷിച്ചു. ഇന്നു മുതൽ ഒരു കർത്താവേ എനിക്കുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ്. യേശു എൻ്റെ കർത്താവ് നേറ്റു പറയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇനി എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നവൻ, അധികാരം നടത്തുന്ന യേശുവാണ് എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ യേശുവിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ആ ഒരു വഴിയിലാണോ നടക്കുന്നത്? യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്നൊരു വഴിയിലാണോ? നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന അങ്ങനെ, ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി എപ്പോഴും ദൈവാനുരൂപമായിട്ട് വളരുന്നൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി എപ്പോഴും സ്വീകരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ. യേശുവാണ് കർത്താവ്. ഓരോ ശോധനയിലും ഞാൻ യേശുവിനോട് ചോദിക്കും, കർത്താവ് ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലേ? നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മളായിരിക്കുന്നു. അനേകർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മളെ നീതീകരിക്കാനും ന്യായീകരിക്കാനും മറുപടി പറയാൻ ആഗ്രഹമുണ്ട്. പണ്ട് നമ്മൾ പറയുമായിരുന്നു. അന്ന് നമ്മുടെ കർത്താവ് ആരായിരുന്നു?
സാത്താനും ജഡവുമായിരുന്നു. പക്ഷെ ഇന്ന് യേശുവാ കർത്താവ്. ഇവിടെ ഞാൻ യേശുവിനോട് ചോദിക്കുന്നു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? വല്ലതും മറുപടി പറയണം. കർത്താവ് എന്ത് പറയും? മിക്കപ്പോഴും പറയുന്നത് ഇവിടെ നിന്ന് നിശബ്ദനായിട്ടിരിക്കാനായിട്ടാണ്. അപ്പം ഞാൻ ആ തീരുമാനം എടുക്കേണ്ടി. ഒന്നുകിൽ എനിക്ക് നിശബ്ദനായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ചെയ്യുന്നത്, നിശബ്ദനായിരിക്കുമ്പോൾ ദൈവ ഇഷ്ടമാണ് ചെയ്യുന്നത്. ആരാ എന്നേക്കും ജീവിക്കാൻ പോകുന്നത്? പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞു? സകല ജഡവും പുല്ലിൻ്റെ പൂ പോലെയാകുന്നു. അല്ലെ, വെയിൽ ഉഷ്ണക്കാറ്റ് കേൾക്കുമ്പോൾ എന്താ? അത് പുല്ലുവാടി പൂ ഉതിർന്നു പോയി, ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും ജീവിക്കും. അപ്പം ഈ പരീക്ഷയിൽ ഞാൻ ദൈവേഷ്ടം കണ്ടെത്തി അത് ചെയ്യാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആത്മാവിനെ അനുസരിച്ച് നടക്കാനാണ്. നമ്മളങ്ങനെ വായിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുന്നില്ല. അവിടെ എനിക്കൊരു റോളുണ്ട്, ഒരു പങ്കുണ്ട്. ഞാനാണ് ആത്മാവിനെ ബലം പ്രയോഗിച്ച് ആ വഴി നടത്തത്തില്ല. ആത്മാവ് ഏതെല്ലാം ആക്കിയപ്പോൾ അവരോട് ദൈവം എന്താ പറഞ്ഞേ? ദൈവം നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന ആൾ നീ മരിക്കും എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തേ? അവരെ സ്വതന്ത്രമായിട്ട് വിട്ടയക്കുകയാണ് ചെയ്തേ, ഇല്ലേ? അവർ സ്വതന്ത്രമായിട്ട് വിട്ടയച്ചു. സാത്താൻ വരുന്നതും ഈ പഴത്തെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുന്നതും ഇതെല്ലാം ദൈവം കണ്ടോണ്ടായിരുന്നു. ദൈവം ആഗ്രഹിച്ചത് എന്താ? എൻ്റെ കൽപ്പന പോലെ അവരൊരിക്കലും അത് തിന്നരുത്. പക്ഷെ അവർ നിർബന്ധിച്ചില്ല. ഇല്ലേ? ആ തക്ക സമയത്ത് കർത്താവ് ചാടി വീണ് അവരെ തടഞ്ഞോ? ഇല്ല. ദൈവം നിശബ്ദനായിട്ട് നോക്കി നിന്നു. അവർ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. പക്ഷെ അവർ തെറ്റായൊരു തെരഞ്ഞെടുപ്പ് നടത്തി, ദൈവേഷ്ടത്തിന് വിരുദ്ധമായൊരു തെരഞ്ഞെടുപ്പ് നടത്തി. നമ്മുടെയും പരീക്ഷകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഭർത്താവിന് വഴങ്ങാതിരിക്കാനുള്ളൊരു പരീക്ഷ വരുന്നു ഭാര്യയ്ക്ക് ചിന്തിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല, അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവിടെ ദൈവം നിശബ്ദനായിട്ട് നോക്കി നിൽക്കുക. ദൈവം തൻ്റെ ഇഷ്ടം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. എന്താ ഇഷ്ടം? ഭാര്യമാരെ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ സകലത്തിലും ഭർത്താക്കന്മാർക്ക് ദൈവം തന്നെ ഇഷ്ടം നമ്മളോട് അറിയിച്ചതാ. ഇനി നമ്മളാ തിരഞ്ഞെടുക്കേണ്ടേ. അവിടെ 2 തെരഞ്ഞെടുപ്പ് നടത്താം. ഒന്നുകിൽ ആ ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് പോകാം. നമ്മുടെ ഇഷ്ടം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മരണം, ആത്മീയ മരണം. നമ്മുടെ ആത്മീയ മരണത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ, ഒന്നാമത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ ഉള്ള അസ്വസ്ഥത വരാൻ തുടങ്ങും. ആത്മാവിൻ്റെ ചിന്ത എന്താണെന്ന് റോമാലേഖനം 8 അധ്യായം നമ്മൾ വായിക്കുന്ന 5, 6, 7 വാക്യങ്ങളിൽ. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. ജഡത്തിൻ്റെ ചിന്തയോ? മരണം. മരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അസമാധാനം, അസ്വസ്ഥത, അസംതൃപ്തി, ഒച്ചപ്പാട്, ബഹളം, ഇതൊക്കെയാണ്. പക്ഷേ ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവിക സ്വഭാവത്തോടുള്ള അനുരൂപപ്പെടലാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കണം, മനുഷ്യ നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവം നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഈ എല്ലാ സഭയുടെ മീറ്റിങ്ങുകളിലും ദൈവാത്മാവ് എന്താണ് ദൈവ ഇഷ്ടം, എന്താണ് സ്വന്തം ഇഷ്ടം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കാറുണ്ട്. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കത്തില്ല. തെരഞ്ഞെടുപ്പ് ദൈവം അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ മനുഷ്യനെ സൃഷ്ടിച്ച് വിട്ടത്. ദൈവം ഒരിക്കലും മനുഷ്യനെ നിർബന്ധിക്കാറില്ല. സാത്താൻ പക്ഷേ എന്തായി നമുക്കറിയാം. ഈ സാത്താന്യ ബാധയോടുള്ള ബന്ധത്തിൽ എന്താ പറയുക? ഭൂതം ബാധിക്കുക എന്നാ പറയുക, അല്ലേ? ഭൂതം ബാധിക്കുക. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലോ? കർത്താവ് വെളിപ്പാട് പറഞ്ഞ, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. പക്ഷെ ഭൂതത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഭൂതം എന്ത് ചെയ്യും? ഇടിച്ചു കയറി വരും. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദൈവം ഓരോ ശോധനകളിലും തൻ്റെ ഇഷ്ടം നമ്മളോട് അറിയിക്കുക, ദൈവജനത്തിലൂടെ അറിയിക്കുക. അതിനുശേഷം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിത്തരും. നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ എവിടെ എത്തും എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം ഒരു സഭയായിട്ട് നമ്മളെ പണിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടേലേ അതിനെന്തെങ്കിലും കാര്യം അറിയാമോ? ഒന്നും അറിയില്ല, അല്ലേ? അതിൻ്റെ ആദ്യത്തെ ഒരു 3 മാസക്കാലം ഇങ്ങനെ മലന്നങ്ങനെ കിടക്കും, അല്ലേ? നമ്മൾ ചെന്ന് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ വല്ല പ്രതികരണവും കാണിക്കുമോ? ഒരു പ്രതികരണവും കാണിക്കത്തില്ല. നമ്മൾ ബലം പ്രയോഗിച്ചാണ് എടുക്കുന്നത്. പക്ഷെ അടുത്ത ഘട്ടത്തിൽ എടുക്കാമെന്ന് പറയുന്നുണ്ട്, കൊച്ചെന്ത് ചെയ്യും? 2 കൈയും പൊക്കി കാണിക്കുക, എടുക്കാൻ പറയും, അതിൻ്റെ പ്രതികരണം നടത്തും. ഇനി മുന്നോട്ട് പോകുന്നതോറും അത് വളർന്നു വരുന്ന പോലെ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം ഒന്നും അറിയാത്തവരായിട്ടാണ് കർസനിൽ വരുന്നത് സത്യത്തിൽ. പക്ഷെ നമ്മുടെ ചിന്ത അങ്ങനല്ല, എനിക്ക് എന്തൊക്കെയോ
അറിയാവുന്നുള്ളതാണ്. ഞാൻ ജ്ഞാനിയാണ്, വിവേകിയാണ്, എനിക്ക് എന്തൊക്കെ അറിയാമെന്നും പറഞ്ഞാണ് വരുന്നത്. പക്ഷെ കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നത് വല്ല അറിയുന്നുണ്ടെങ്കിലും അറിയേണ്ടും വണ്ണം ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഓർത്ത് കൊള്ളാനാണ് പറയുന്നത്, മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് കാര്യം പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവവഴികളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മുടെ ബുദ്ധിയിൽ പല കാര്യങ്ങളും അറിയാം, പക്ഷെ ആത്മാവിൽ അറിയുന്ന കാര്യങ്ങളെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തത്തുള്ളൂ, ആത്മാവിൻ്റെ തലത്തിൽ. കാരണം എന്താ? ഇനി നമ്മൾ ആത്മാവിനാലാണ് നടത്തപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ ദേഹിയുടെ തലത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് കഴിയും, പക്ഷെ നമുക്ക് അനുസരിക്കാൻ കഴിയത്തില്ല. തെറ്റ് ശരിയും നമുക്കറിയാം. പഴയ നിയമത്തിൻ്റെ പ്രമാണമായിരുന്നു തെറ്റും ശരിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ആ സ്ഥാനത്ത് ദൈവം എന്താ, ഏതൊരു പ്രമാണത്തിലേക്കാണ് നമ്മളെ നടത്തിയിരിക്കുന്നത്? ഈ തെറ്റ് ശരിയുടെ പ്രമാണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സിൽ കണ്ടെത്തുന്ന ഒരു ഉത്തരവാണ് തെറ്റ് ശരിയുടെ പ്രമാണം. പക്ഷെ പുതിയ നിയമകാലം ദൈവം നമ്മളെ നടത്തുന്ന ആ പ്രമാണത്തിലല്ല, നേരെ മറിച്ച് ഏത് പ്രമാണമാണ്? റോമാലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശു സ്വാതന്ത്ര്യം വരുത്തി. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പം നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, ഈ തീരുമാനം എനിക്ക് ജീവൻ നൽകുവോ അതോ എന്നെ ആത്മീയ മരണത്തിലേക്ക് കൊണ്ടുപോവോ? ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഈ രണ്ടു തരത്തിൽ പ്രതികരിക്കാൻ കഴിയും. ഒന്ന്, തെറ്റിൻ്റെ ശരിയുടെയും പ്രമാണത്തിൽ. പുള്ളിയെ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, പുള്ളി പറയുന്നതിൽ അനുസരിച്ചാൽ ആകെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകും, അതുകൊണ്ട് ഞാനും ഇച്ചിരി തീരുമാനമൊക്കെ എടുക്കും, ഞാൻ പറയുന്നത് കൊണ്ട് പുള്ളി കേൾക്കണം. ഇങ്ങനെ തെറ്റിൻ്റെ ശരിയും പ്രമാണമുണ്ട്. രണ്ടാമത്തെ പ്രമാണം ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. ആ പ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതെനിക്ക് ജീവൻ നൽകുമോ ഇല്ലയോ എന്നാ ചിന്തിക്കുന്നത്. ഞാനിവിടെ അനുസരിക്കാതിരുന്നാൽ ഇതെന്നെ ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ കൊണ്ടുപോവുക? അനുസരിക്കാതിരിക്കുമ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? മരണത്തിലേക്കാണ് കൊണ്ടുപോവുക. അനുസരിക്കുമ്പം ജീവനിലേക്കാണ്. അപ്പം തെരഞ്ഞെടുപ്പ് തെറ്റിൻ്റെ ശരിയുടെ ഒരു സ്ഥാനത്തിലല്ല, ഇതെനിക്ക് ജീവൻ നൽകുമോ എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അനുസരിക്കുകയും കീഴടങ്ങുകയും ഒക്കെ ചെയ്യുമ്പം ജീവനിലേക്കാണ് കിടക്കുന്നത്, അല്ലാത്തപ്പോഴോ മരണത്തിലേക്കാണ് പോകുന്നത്. ഈ പുതിയമത്തിലേക്ക് വരുമ്പം നമ്മളെ ആ ഒരു നിലയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, ഒരു ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിനനുസരിച്ച് നടക്കാനാണ്. അവിടെ എപ്പോഴും സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്ന വഴിയേ ഈ ദൈവിക ജീവൻ നമ്മളിൽ വ്യാപരിക്കത്തുള്ളൂ. ഇല്ലേ നമ്മൾ എന്താ സംഭവിക്കുക? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആര് തമ്മിലേ വഴക്കുണ്ടാകുന്നേ? ഇപ്പം കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? ഭാര്യ പറയും എൻ്റെ ഇഷ്ടം നടക്കണം, ഭർത്താവ് പറയും എൻ്റെ ഇഷ്ടം നടക്കണം. ഈ രണ്ടുപേരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ഇഷ്ടം നടത്താൻ പറ്റുള്ളൂ. അപ്പം പിന്നെ സംഭവിക്കുന്നത് എന്താ? ഒരു പോരാട്ടം നടത്തി ജയിക്കുന്നവരുടെ ഇഷ്ടം നടക്കുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനല്ലേ? ഒരു പോരാട്ടം നടന്നിട്ട് മറ്റേ ആളെ കീഴ്പ്പെടുത്തി എൻ്റെ ഇഷ്ടം നടപ്പിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അതിനുവേണ്ടി പോരാടുന്നത് എങ്ങനെയാ? വാക്കുകൊണ്ടായിരിക്കും. തർക്കം, വാദം, ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറയും തോറും എന്താ സംഭവിക്കുക? അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. രണ്ടുപേരും തമ്മിൽ അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. കൂടുതൽ അകലാൻ തുടങ്ങും. അവിടെ നമ്മൾ മാനസാന്തരപ്പെട്ട ഒരു രമ്യതയിലേക്ക് വന്നില്ല, എന്താ സംഭവിക്കുക? ഈ അകൽച്ച പുറമേ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പുറമേ വളരെ ചേട്ടാന്നൊക്കെ വിളിക്കുന്നില്ല, അച്ചായ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. പക്ഷെ ഉള്ളിലെന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകും. കാരണം എവിടെയാ അത് ആരംഭിച്ചേ? രണ്ടുപേരും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിലായി. ആർക്കാ ജീവൻ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ആര് സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നോ ആ ആൾക്കാ ജീവൻ കിട്ടുക. ആ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, വെറുപ്പില്ല, പകയില്ല. ഇപ്പൊ പുതിയമത്തിൻ്റെ പ്രമാണം അതാ. അപ്പം ആ ഒരു യാത്രയിലാണ് നമ്മളെ തന്നെ ത്യജിക്കുക എന്നുള്ള കർത്താവിൻ്റെ വചനം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കർത്താവ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ പറഞ്ഞപ്പോൾ അവസാനമായിട്ട് പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഭവിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല, എനിക്ക് കൊള്ളാവുന്നവനല്ല. ഈ ക്രൂശ് എന്തിനാ? നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കാനായിട്ടാണ്. എല്ലാ പരീക്ഷകളിലും സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക. ഇല്ല, നമുക്കൊരാശയമൊക്കെ ഉണ്ട്, ഇന്ന കാര്യം ഇന്ന പോലൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഭർത്താവ് പറയുന്നത് അങ്ങനല്ല, ഇങ്ങനെ ചെയ്യണമെന്ന്. അവിടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവിൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തേക്കുക, അല്ലെ ഭാര്യ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തേക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു സ്വസ്ഥതയുണ്ട്, സമാധാനം ഉണ്ടാവും. രണ്ടുപേരും രണ്ടുപേരുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്നാലോ ഇതെല്ലാം നഷ്ടപ്പെടും, അല്ലേ? നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ജീവന്റെ വഴി നടക്കാനായിട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടാണ്. അവരേതനിൽ
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഈ ആത്മീയ മരണത്തിലേക്ക് പോകത്തില്ലായിരുന്നു. അവരെന്നും എന്നേക്കും ദൈവത്തോട് കൂടില്ലേ. ഇന്ന് നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെയും കാരണം അവരൊരു പ്രാവശ്യം ദൈവേഷ്ടം തേച്ചത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് വിഷയം. ഈ കർത്താവ് പറഞ്ഞില്ല മത്തായി സുവിശേഷം 11:20, മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിക്കും. ഏതധ്വാനം? ഈ പാപത്തിൻ്റെ ഭാരവും അധ്വാനം, പാപത്താൽ അസ്വസ്ഥരായരെ വിളിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യഥാർത്ഥ ആശ്വാസം ആത്മാവിലുള്ളൊരു ആശ്വാസമാണ്. ഈ ആത്മാവിലുള്ള ആശ്വാസം നമ്മുടെ ദേഹിയിലേക്കും ശരീരത്തിലേക്കും വന്നിട്ടാണ് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ സാക്ഷിയുള്ളവരായി തീരുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. എപ്പോഴും പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും ഒക്കെ ആയിരിക്കും. ഇന്ന് ഈ പൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ സഹോദരന്മാരെയും ഈ ഒരു വഴിയുടെ ഒരു വ്യക്തത ദൈവം നമ്മുടെ ഉള്ളിൽ തരാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ പാടാറില്ലേ, തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാം ജീവൻ കൈവരിച്ചു. സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നിടത്താണ് നമ്മൾ ഈ ജീവൻ അവകാശമായിട്ട് തീരുന്നത്. അപ്പം ആ ഒരു യാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തെയാണ് കേൾക്കേണ്ടത്. ഉള്ളിൽ എന്ന് പറയുമ്പം അല്ലേ, പഴയ കാലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് വഴി തെറ്റുമ്പം പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകനെ, ഇതാകുന്ന വഴി, ഈ വഴിയെ പോവാൻ. അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ നമ്മുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാ? നമുക്കറിയാം, നമുക്ക് 3 തലങ്ങളാണുള്ളത്. ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ഈ ശബ്ദം ആത്മാവിൽ നിന്നാണ് വരണ്ടേ. ആത്മാവിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദം ഏതാ? ദേഹിയുടെ തലത്തിൽ നിന്നുള്ള ശബ്ദം, ദേഹിയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ശബ്ദമാണ്. സാത്താൻ അതിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നത്. നമ്മളത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ മരണത്തിന് അധീനരായിത്തീരുന്നത്. അങ്ങനെ ഏതെല്ലാം അവരെ വഞ്ചിച്ചത് ഇല്ലേ? സാത്താൻ അതിൻ്റെ എന്താ ചെയ്തേ? ഈ പഴത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം കൊടുത്തു. അന്നേരം വായിക്കുന്ന, അത് നോക്കി കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹിയിൽ നിന്ന് ഒത്തിരി റീസണിങ്ങാണ് ഉണ്ടാകുന്നത് ഇല്ലേ? നമ്മുടെ ദേഹിയിലുള്ള ഈ പ്രശ്നത്തിൽ എന്താ ഉണ്ടാകുന്നത്? നമ്മളിൽ തന്നെയുള്ള 2 ശബ്ദമുണ്ട് അവിടെ. ഒരു വടംവലിയുടെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. ഒരു ശബ്ദം നമ്മളോട് പറയുന്നത്, നീ കീഴടങ്ങ്, മിണ്ടാണ്ടിരി. മറ്റേ ശബ്ദം എന്ത് പറയുന്നു? മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കുന്നാൽ ആകെ പ്രശ്നമാകും, മിണ്ടിക്കോ ഇല്ലേ? നമ്മുടെ ദേഹി കാരണസഹിതം ഇങ്ങനെ യുക്തിയിലാണ് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ആത്മാവിൻ്റെ തലത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനകത്ത് യുക്തിക്കൊരു സ്ഥാനവും ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിച്ച എപ്പോഴും എൻ്റെ നന്മയ്ക്കും എൻ്റെ ജീവനും വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഇങ്ങനത്തെ ഒരു വടംവലി ആലോചനയൊന്നുമില്ല. ഇപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അല്ലേ? അബ്രഹാം തന്നിലേക്ക് തന്നെ നോക്കിയാൽ അവൻ്റെ യുക്തി എന്താ പറയുന്നത്? ഇനി നിനക്ക് മക്കളുണ്ടാവത്തില്ല. സാറയെ നോക്കിക്കേ, ഇല്ല, ഇനി മക്കളുണ്ടായ യാതൊരു സാധ്യതയില്ല. ആ ശബ്ദത്തിനല്ല അബ്രഹാം ചെവി കൊടുത്തു. പിന്നെ എന്ത് പറഞ്ഞു? ദൈവം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളും തിരഞ്ഞെടുപ്പ്. ദൈവം എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിശബ്ദനായിട്ട് അതങ്ങ് സ്വീകരിക്കുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്നേരം എതിർപ്പുണ്ട്. എൻ്റെ യുക്തി, എൻ്റെ ദേഹി എന്നോട് പറയാം, അരുതരുതരുത്, ആ വഴിയെ പോയാൽ നീ കുടുങ്ങും, നീ അവമാനിക്കപ്പെടും, നിന്ദിക്കപ്പെടും, നീ ചെറുതായി പോകും, മറ്റുള്ളവർ നിന്നെ തെറ്റിദ്ധരിക്കും. ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷെ ഞാൻ വിശ്വാസത്തിൻ്റെ തലത്തിലാണ് എൻ്റെ പിന്നാലെ പോകുന്നത്. കാരണം ദൈവം എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പാടാറുണ്ട്, സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനെല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്. ഇപ്പം ദൈവം ഒരു തിന്മയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനും എനിക്ക് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. എന്നോട് അനുസരിക്കാൻ പറഞ്ഞാൽ, കീഴടങ്ങാൻ പറഞ്ഞാൽ, നിശബ്ദനായിരിക്കാൻ പറഞ്ഞാൽ അത് എൻ്റെ നന്മയ്ക്കാണ്. അതാ വിശ്വസിക്കുന്നത്. ദൈവം എൻ്റെ തിന്മയ്ക്കായിട്ടൊന്നും എന്നോട് ചെയ്യത്തില്ല, നന്മയ്ക്കേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ശിശുവിനെ പോലെ ആ പിതാവിൻ്റെ ശബ്ദത്തിന് കീഴടങ്ങും, ദൈവനത്തിന് കീഴടങ്ങുന്നു.
അവിടെ അതിനെതിരായിട്ടുള്ളൊരു ഉയർച്ച എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാനതിന് ചെവി കൊടുക്കുന്നില്ല. ഞാൻ ആ ദൈവിക ശബ്ദത്തിന് വിശ്വാസത്താൽ കീഴടങ്ങുക ചെയ്യുന്നത്. അതിൻ്റെ മുമ്പോട്ട് നോക്കി എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ചന്ദ്രക്ക് മേശക്ക് അഭേദനവും അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ശബ്ദമൊക്കെ കൂടെ കേൾക്കുമ്പം ഈ ബിംബത്തെ വീണ് നമസ്കരിക്കും. ഇല്ല, എന്നാ ചെയ്യും? ഈ കാണുന്ന ഒന്ന് നമ്മളിങ്ങനെ വായിക്കുന്ന തീച്ചൂളയ്ക്ക് 7 മടങ്ങ് തീ കൂട്ടി അവസാനം. അന്നേരം അവരുടെ നിലപാടെന്താ? ഭർത്താവ് ഞങ്ങളെ വിടുവിക്കും, ഇനി മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. നമ്മുടെയും പ്രായോഗിക പരീക്ഷകൾ അത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഭാര്യയുടെ തീരുമാനം, ദൈവം എനിക്ക് കൃപ തരും, അല്ല ഈ ഒരു പോരാട്ടത്തിൽ ഞാൻ മരിച്ചാലും ഞാൻ ദൈവേഷ്ട ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും, നാവിനെ പൂട്ടി മിണ്ടാണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ ദൈവശക്തി നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരെ എബ്രായ ലേഖനത്തിൽ 2 കൂട്ടം വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇല്ല. ചിലർ വിശ്വാസത്താൽ ഒത്തിരി ജയം പ്രാപിച്ചവരായിരുന്നു. മറ്റു ചിലരെക്കുറിച്ച് പറഞ്ഞിരിക്കുക, അവർ വിശ്വാസത്താൽ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, ഇല്ലേ? 2 തരം. ഒന്ന് മരണത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു വിശ്വാസം, മറ്റൊന്ന് വലിയ വീര്യപ്രവർത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു വിശ്വാസം. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ മരണത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥ വിശ്വാസം നമ്മളെ മരിക്കാൻ അനുവദിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്നാനപ്പെടാനായിട്ട് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒരു വലിയ ശത്രുവാണ് നമ്മളെ സ്നാനപ്പെടുത്താൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ ചെല്ലുമ്പം കാണുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മളെ സ്നാനപ്പെടുത്താൻ നിൽക്കുന്നത്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? എന്താ, എന്നെ മുക്കിയിട്ട് പൊക്കിയില്ലേ, ഇല്ലേ? ഇവൻ എന്നെ വെള്ളത്തിൽ മുക്കി പിടിച്ച് കൊന്നു കളഞ്ഞാൽ എന്നാ ചെയ്യും? ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അതേസമയം നമ്മുടെ ഒരു മിത്രമാണെങ്കിലും, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് നല്ല ഉറപ്പാണ്, പുള്ളി എന്നെ മുക്കി പിടിക്കത്തൊന്നുമില്ല, മുക്കിയിട്ട് എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. ഈ ദൈവവിശ്വാസമുള്ള, പുതിയമത്തിൻ്റെ വിശ്വാസമുള്ള ബന്ധത്തിൽ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും നിന്നയും പഴിയുടെ എല്ലാം അതിൽ നിന്ന് കുറച്ചു നേരം നമ്മളെ മുക്കി പിടിക്കുന്നതിന് ഉദ്ദേശം എന്താ? എന്നേക്കുമായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കാനായിട്ടാണ്. അപ്പം നമുക്കത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ആ മരണത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇപ്പം ഭാര്യ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, നീ മിണ്ടാതിരുന്നാൽ ആവപ്പാടെ കുഴപ്പമാണ്, ആളെ പറഞ്ഞു ഒതുക്ക്, അല്ലേ, ഇല്ല ഭീഷണിപ്പെടുത്തി ഒതുക്കാനൊക്കെ പറയുമ്പം ദൈവത്തിനുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിശബ്ദരായിരിക്കും. കാരണം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആരാ? സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ മരണത്തിന്, എൻ്റെ സ്വന്തം ഇഷ്ടത്തിലുള്ള മരണത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ മരണത്തിനപ്പുറത്ത് എന്തുണ്ട്? ഒരു ജീവനുണ്ട്. ഈ മരണത്തിലൂടെ മാത്രമേ ജീവനുള്ളൂ. ഈ നിശബ്ദയ്ക്കപ്പുറത്ത്, ഈ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറത്താണ് യഥാർത്ഥ ആത്മീയ ജീവനുള്ളത്. അവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത്. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സഹോദരന്മാരെ. അവിടെ നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സത്യങ്ങൾ നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ വരത്തുള്ളൂ, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട്. അപ്പോൾ സാത്താൻ എപ്പോഴും അത് മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു കാഴ്ച നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം കർത്താവ് എങ്ങനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തേ? എബ്രാഹിം നമ്മൾ വായിക്കുന്നേ, അവൻ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു തൻ്റെ വിശ്വാസം? എൻ്റെ പിതാവ് ഈ മരിച്ചവരുടെ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം നമ്മളും അങ്ങനെ തന്നെ പ്രായോഗിക പരീക്ഷയുടെ സ്ഥാനത്ത് സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നതാണ് യഥാർത്ഥ ദൈവിക വഴിയെന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് മരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മളെ ഉയർത്തുന്ന ആരാ? ദൈവമാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജീവന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സത്യത്തിലേക്ക്